കൂട്ടുകാരെ നമ്മളിന്ന് വന്നേക്കണത് ഈ ഒരു ബോക്സ് ആയിട്ടാണ്. ഈ ബോക്സ് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലൊക്കെ വീട്ടിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലും ഒരു ബോക്സ് മതി. അപ്പൊ ചെറുതോ വലുതോ ഒന്നുമില്ല, ഇതുപോലത്തെ ഒരു ബോക്സ്. ഓക്കെ, ഇതുപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസിന് അടിപൊളിയായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ എന്ത് ഗിഫ്റ്റാന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പ് നമുക്ക് വേണ്ട സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ വേണം. അപ്പൊ എന്റെ കയ്യിൽ ഇതുപോലത്തെ പിക്ചേഴ്സ് ഉണ്ട്. ഇത് ഡീക്കൂപ്പേജിന്റെ പേപ്പറാണ്, ഡീക്കൂപ്പേജ് പേപ്പറാണ്, ടിഷ്യൂ പേപ്പറാണ്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പത്രത്തിലൊക്കെ ഇനി സാന്റാക്ലോസിന്റെ ഒക്കെ ഫോട്ടോസ് വരും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പിക്ചേഴ്സ് കിട്ടും, നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം മേടിച്ചാണ് കേട്ടോ, കഴിഞ്ഞ കൊല്ലം മേടിച്ചാണ്. അപ്പോൾ ഒരു ക്രിസ്മസിന്റെ ബോക്സ് ആയിട്ട് മാത്രമായിട്ട് കിട്ടും. ഒരെണ്ണത്തിന് 8 രൂപയൊക്കെയാണ്. പല കടയിലും പല റേറ്റ് ആണ്. മാക്സിമം കൂടിപ്പോയാൽ 15 രൂപ കേട്ടോ. മാക്സിമം 15 രൂപക്ക് കിട്ടും. അതിൽ കൂടുതലൊന്നും എന്തായാലും ആവൂല ഒരു പേപ്പറിന് കേട്ടോ, ഒരു പേപ്പറിന് അത്രേ ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെർച്ച് ചെയ്തെടുക്കുക. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് കളർ പ്രിന്റ് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് ഇനി ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നിറച്ച് സാന്റാക്ലോസിന്റെ പടങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ ഈ പിക്ചറിന്റെ ഈ ഫോട്ടോ അല്ല, ഈ പേപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പീൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു ടിഷ്യൂ പോലെയാണ്, ഡീകൂപ്പേജ് എന്നാ പറയാ പേപ്പർ. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതുപോലത്തെ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പൊ ഈ രണ്ട് സംഭവമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ റെഡ് കളറിലെ ആക്രിലിക് പെയിന്റ് വേണം, റെഡ് കളറിലെ ആക്രിലിക് പെയിന്റ്. പിന്നെ ജസ്റ്റ് ഓപ്ഷനിലാണ് നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ എടുക്കാം, ഉണ്ടെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത്രയും സാധനങ്ങൾ മതി. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്രാഫ്റ്റിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ബോക്സ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പൊ ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മുറിച്ചെടുക്കുക. കുട്ടികളൊക്കെ മുറിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക. അല്ലെങ്കിൽ അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് മുറിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ബ്ലേഡ് വെച്ചിട്ടാണ് മുറിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം കത്തി മുറിച്ചുള്ള വേറെ ഇതൊന്നും ഇരിപ്പില്ല. അപ്പൊ നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെയുള്ള പെട്ടി യൂസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞു സോപ്പ് പെട്ടി ആയാലും മതി. നമ്മളിപ്പോൾ ഇതുപോലത്തെ സോപ്പ് പെട്ടിയിൽ ഒരെണ്ണം ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇതുപോലത്തെ പേപ്പർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ സോപ്പ് പെട്ടി ചെയ്ത സമയത്ത് നമ്മൾ വരച്ച ഒരു പിക്ചർ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഷോർട്ട് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ചെക്ക് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനകത്ത് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുവാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. കുറേ ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് തന്നെ A4 ഷീറ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇഷ്ടമുള്ള പിക്ചർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഒക്കെ പ്രിൻറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയാലും നിങ്ങൾ ഇതുപോലെ കളർ പ്രിൻ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചെടുത്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ഗ്ലാസ് ഷീറ്റാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. നമുക്കൊരു ഗ്ലാസ് ഷീറ്റ് വേണം. ഇതിന് 3 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കടയിൽ നിന്നൊക്കെ കിട്ടും. മാക്സിമം ചിലപ്പോൾ 5 രൂപയ്ക്ക് കിട്ടും. അതിൽ കൂടുതൽ എന്തായാലും ആവത്തില്ല. അപ്പോൾ ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമി, ഹായ് റൂമിക്കുട്ടി. പിന്നെ ഉമ്മു ഇഷാക്ക്, ഹായ് ഉമ്മു. പിന്നെ ഗ്രീഷ്മക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ഹായ് പറയാൻ വേണ്ടിയിട്ട്. ഹായ് ഗ്രീഷ്മ. 10th ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അമൃത, അമ്മു എന്ന് വിളിക്കണേ. ഹായ് അമ്മു. സന, ഹായ് സന. പിന്നെ ആരാ ഹായ് പറയാൻ പറഞ്ഞാണ്? കാർത്തിക് എപ്പോഴും എല്ലാ വീഡിയോയിലും ഹായ് പറയാൻ പറഞ്ഞിട്ട് കമൻറ്റ് ഇടാറുണ്ട്. കാർത്തികിന് എനിക്ക് തോന്നുന്നു ഞാൻ മിക്ക വീഡിയോസിനകത്തും ഹായ് പറയാറുണ്ട്. ഹായ് കാർത്തിക്. പിന്നെ ആരാ പറഞ്ഞേക്കണേ? അപ്പോൾ ചാരു ചിരിക്കണ ഒരു കമൻറ്റ് ഇട്ടിട്ട് എന്താണാവോ?
നമ്മുടെ കാശിക്കുട്ടിൻ്റെ വീഡിയോനകത്താണ് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. പിന്നെ ആരാണ് ഹായ് പറയാൻ വന്നേക്കണത്? ഷമീന സജീർ. ഹായ് ഷമീന. അപ്പോൾ ഇത്രയും കൂട്ടുകാരാണ് കഴിഞ്ഞ നമ്മുടെ കാശിക്കുട്ടിൻ്റെ വീഡിയോനകത്ത് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് മോൾ ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മലുണ്ടാക്കുന്ന ഈസി ആയിട്ട് കമ്മലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഷാനിബ വ്ളോഗ്സ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് ഷാനിബ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ അമൃത കഴിഞ്ഞ 2 വീഡിയോനകത്ത് ഇതുപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മു. അപ്പോൾ അമ്മുക്കുട്ടിക്കും ഹായ് ഉണ്ട് കേട്ടോ. കാശി എന്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാശി സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളത് ഇതുപോലെ നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് ഡെക്കോറാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിതിൻ്റെ പുറത്തേക്ക് ഒരു റെഡ് കളറിലെ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റെഡ് കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഹോട്ട് ഗ്ലൂ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ റെഡ് കളറിലെ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ സാധാ നോർമൽ പേപ്പർ ഉണ്ടല്ലോ, കളർ പേപ്പർ, അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പുറം ഭാഗം നല്ല രസമായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ ഡിസൈൻ വേണമെന്നുള്ളവർക്കാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റായി കൊടുക്കാം. ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ കുഞ്ഞു ഇതായിട്ട് ഇതേ സ്പോഞ്ച് വെച്ചിട്ട് വൈറ്റ് കളർ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളർ കൊടുക്കണമെന്നൊന്നും തന്നെ ഇല്ല, ബ്ലൂ കളർ കൊടുത്താലും മതി. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് റെഡ് കളർ കൊടുക്കാം കേട്ടോ. റെഡ് വൈറ്റ് ഒക്കെയാണല്ലോ ഭംഗി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല രസമായിട്ടില്ല? അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രിസ്മസ് ഗിഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ആകെ ചിലവാകുന്നത് ആ പേപ്പർ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ 10 രൂപ ചിലവാകും. പിന്നെ നമ്മുടെ ഗ്ലാസ് ഷീറ്റിന് 3 രൂപ അതേ ആവുള്ളൂ. പിന്നെ കളർ പേപ്പർ നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂവിന് പകരം കളർ പേപ്പർ യൂസ് ചെയ്യാം. കൂടിപ്പോയാൽ മാക്സിമം ഒരു 20 റുപ്പീസ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. നല്ല എളുപ്പത്തിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രിസ്മസ് ഗിഫ്റ്റ് ഐഡിയ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കമൻറ്റ് ഇടാൻ മറന്നാലും ലൈക്ക് ഇടാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്കും ബൈ.